ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ചില കൊച്ചു കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ജോലിഭാരം, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ബാധ്യതകൾ, ഇതെല്ലാം നമ്മളിൽ സ്ട്രെസ്സ് വർദ്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ. സ്ട്രെസ്സ് കൂടിയാൽ നമ്മുടെ ആരോഗ്യത്തെ തന്നെ അത് വളരെയധികം മോശമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. സ്ട്രെസ്സ് വർദ്ധിച്ചാൽ നമ്മുടെ ഉറക്കം കുറയും, അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ ഇതെല്ലാം ഇൻക്രീസ് ചെയ്യും. ഇതെല്ലാം ഇൻക്രീസ് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ പതിയെ ഇത് എഫക്റ്റ് ചെയ്ത് തുടങ്ങും. പിന്നെ സ്ട്രോക്ക്, അങ്ങനെയുള്ള മേജറായിട്ടുള്ള എല്ലാ ഡിസീസസിൻ്റെയും ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാവുന്ന സ്ട്രെസ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ തുടക്കത്തിൽ ചെയ്തു പോകാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടും നമുക്കൊരു സ്ട്രെസ് റിലീഫ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു ഡോക്ടറെ കാണുക എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകേണ്ടത് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ശീലിക്കാം. അതായത് നന്നായിട്ട് ഡീപ്പ് ബ്രെത്ത് എടുത്തിട്ട് മനസ്സിനെ നമുക്ക് കൂളാക്കാൻ ശ്രമിക്കാം. നമുക്കിപ്പോൾ ഭയങ്കര ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു 3-4 തവണ നമ്മൾ നന്നായിട്ട് ഡീപ്പ് ബ്രെത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൈൻഡ് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ആണെങ്കിൽ പോലും അതൊരു ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പ്രധാനമാണ് എക്സസൈസ്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും നമ്മൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും അതിലൂടെ നമുക്ക് സ്ട്രെസ്സ് റിലീഫ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ ഡെയിലി ചിലരൊക്കെ ഇങ്ങനെ ഇടവിട്ട് ചായ കാപ്പിയൊക്കെ കുടിക്കുന്നവരുണ്ടാവും. അപ്പോൾ അതെല്ലാം കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ മധുരം അമിതമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അളവൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് നല്ലതാണ്. അതുപോലെ സൗഹൃദങ്ങൾ, നമുക്കിപ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറയാനായിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തോ അല്ലെങ്കിൽ ഫാമിലി മെമ്പറോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ മനസ്സിന് വളരെയധികം റിലീഫ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന സ്ട്രെസ് മാനേജ്മെൻറ്റ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഹെൽപ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ എല്ലാവരും ഒരു മെഡിറ്റേഷൻ, അതുപോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസുകളൊക്കെ, അതുപോലെ നമ്മുടെ ഫുഡിലും നമുക്ക് ഈ പറഞ്ഞ പോലെ കോഫി, ടീ ഇതിൻ്റെയൊക്കെ അളവുകൾ കുറയ്ക്കുക. ഒരുപാട് എരിവൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കുറച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മുടെ സ്ട്രെസ്സൊക്കെ നമുക്ക് തന്നെ മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ നന്ദി, നമസ്കാരം.